ആയിക്കോളെ. അപ്പോൾ അന്ന് ഈ എണ്ണ കുന്നുണ്ടായോ അന്ന് ഇതിൻ്റെ മെയിൻ കൺസേൺ മോദിജി വെള്ളപ്പെട്ടിട്ട് ആണ് വന്നത്. ഇത് 1984 ഈ സിവൈലോ വെള്ളപ്പെടാതെ ആദ്യമായിട്ട് ഈ കൺസേൺ ചോപ്പാണ്. അതിനുശേഷം വോട്ടുകൾ ആവശ്യപ്പെടണം. എനിക്കത് കൺസേൺ മിനിസ്ട്രിയിൽ അത് കൊടുക്കണം. പിന്നെ എൻ്റെ മിനിസ്ട്രിക്ക് ഇതിനകത്തൊരു പങ്കുണ്ട്. ഭാവി ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വർക്കല എന്ന് പറയുന്നത് ഒരു മേജർ മോഡ്യൂളായിട്ട് എടുത്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് മലയടിവാരത്തിലേക്കുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിന് എൻഹാൻസ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെയാണ് അതിനുവേണ്ടി ഇത് ഞങ്ങളുടെയും കൂടെ ഒരു സ്വത്താണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട മിനിസ്ട്രിയിൽ ഇത് അറിയിച്ച് അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം, കാരണം ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരാണ്, ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും. ഇതൊരു കോംപ്ലക്സ് ആണ്, ഇഷ്യൂ ആണ്. ഒരേ സമയം ടൂറിസ്റ്റ് സ്പോട്ടാണ്, അതേസമയം ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അപ്പൊ രണ്ടും കൂടി കോറിലേറ്റ് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ പറ്റും. അതെ. അപ്പൊ അതിൽ എന്താ ഇപ്പോ അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാറായിട്ടില്ല.
കൺസേൺ വകുപ്പും ഇതിനകത്ത് ഇൻവോൾവ് ആവണം. അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് GSA 2014 തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു, ഇവിടെ കൺസ്ട്രക്ഷൻസ് പാടില്ല എന്നുള്ള. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്തു സാർ. ഞങ്ങൾക്കിതിങ്ങനെ പുറത്ത് പറഞ്ഞ് ഒരു പരപരപ്പുണ്ടാക്കലല്ല. ഇതിനൊരു സൊല്യൂഷൻ കാണണം. ഇത് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. റീക്ലെയിം ചെയ്യാൻ പറ്റുമോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാധ്യതകൾ പഠിച്ചോട്ടെ. അതിൻ്റെ സയൻറ്റിഫിക് വിങ് ഉണ്ട്, അവരതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുത്ത് റിപ്പോർട്ട് കൊടുക്കും. തീർച്ചയായിട്ടും ഭരണം എന്ന് പറയുന്നത് സയൻറ്റിഫിക് അനാലിസിസിന് ശേഷമുള്ള ഇംപ്ലിമെൻറ്റേഷൻസിൽ കടക്കും. റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ആരുടെ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് അതൊക്കെ പറയാം. ഞാനതങ്ങനെ പരസ്യമായിട്ട് പറയാം. സന്ദർശനത്തിന് ശേഷം ഈ ജില്ലാ കളക്ടർ, ദുരന്ത നിവാരണ അതോറിറ്റി, ജിയോളജി വകുപ്പ് അങ്ങനെ ഉദ്യോഗസ്ഥരുമായി അവർ തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ ജിയോളജിയെയും കളക്ടറെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഈ കഴിഞ്ഞ തവണ ഇത് 12 തവണയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത്. ആ 12 തവണ മണ്ണിടിച്ചിലുണ്ടെങ്കിൽ പ്രദേശവാസികൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി കൊടുത്തു. ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. പക്ഷെ കളക്ടർ നടപടി എടുക്കുന്നില്ല എന്നതായിരുന്നു അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പരാതി. അല്ല, ഇത് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിൽ സ്പിരിച്വൽ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, പ്രധാനമന്ത്രി തന്നെ അങ്ങയുടെ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാം പ്രധാനമന്ത്രിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വർക്കലയിലും അഷ്ടമുടിയിലും മുഴുപ്പിലങ്ങാട് അഡ്വഞ്ചർ ടൂറിസം എന്താണ് അതിനകത്ത്, അല്ലാതെ ഒരുപാട് ഏരിയ കാണും. ഇത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ടൂറിസത്തിന് അതൊരു വലിയ ഉത്തേജകമായിരിക്കും. അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിൽ ഇത് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അത് പിന്നെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചേരുമ്പോഴേക്കും വളരെ പ്ലസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ പറ്റും. പിന്നെ അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമായി മാറണം, അല്ലേ? ഡ്രോയിങ് മോർ ആൻഡ് മോർ ടൂറിസ്റ്റ്. അത് വരട്ടെ. അല്ല, അദ്ദേഹം വരുന്നു വിളിച്ചറിയിച്ചിരുന്നു. പക്ഷെ പിന്നെന്തോ അസൗകര്യം പറഞ്ഞു. ഇനി ഒരു ദിവസം അദ്ദേഹം വിളിച്ച് അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടുമുട്ടാം.